ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന സഭാ ശുശ്രൂഷ, എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ ടീച്ചർ സഹോദരി സഹോദരന്മാർക്കും വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എടാ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവമക്കളെ ജീവിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണല്ലേ. അതോടെ ഈ ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങളിൽ മനുഷ്യരാകപ്പെടുമ്പോൾ അവർക്ക് നഷ്ടമാകുന്ന സ്വർഗരാജ്യമാണ്. അത് നമുക്കൊരു സ്കിറ്റിലൂടെ കാണാം. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃച്ഛികം മാത്രമാണ്. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളെയോ സന്ദർഭങ്ങളെയോ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. സ്കിറ്റ് ആരംഭിക്കുന്നു. യുദ്ധങ്ങളും കലഹങ്ങളും മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന അനേക സംഭവങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം എല്ലാവരും കാത്തിരിക്കുന്ന ആ സമയം അടുത്തിരിക്കുന്നു എന്നതാണ്. കർത്താവ് തന്റെ കാന്തയെ ചേർക്കുവാൻ വേഗം വരാറായി എന്നാണ്. എന്നാൽ ആ വരവ് ആർ എടുക്കപ്പെടും, ആർ താഴ്ചപ്പെടും, ഇതെല്ലാം നോക്കി മനസ്സിലാക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഈ സ്ക്രിപ്റ്റിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ സ്കെച്ച് ഇവിടെ ആരംഭിക്കുന്നു. Praise. ഹലോ മാത്തച്ഛ, പ്രൈസ് ലോർഡ്. ഞാൻ പാസ്റ്ററാണേ. പറഞ്ഞോ പാസ്റ്ററെ. ഞാൻ വിളിച്ചതേ, നമ്മുടെ സഭയുടെ ഇപ്പൊ റീജന്റ് ഇലക്ഷൻ നടക്കില്ലേ? മനസ്സിലായില്ല പാസ്റ്ററെ. എടോ മാത്തച്ഛ, ഇലക്ഷൻ ആ ഇലക്ഷന് നമുക്ക് സീറ്റൊക്കെ പിടിക്കണ്ടേ? അതിന് പാസ്റ്റർ ഇങ്ങനെ ഇരുന്നാൽ പോരെ, നന്നായി ഒന്ന് കാശിറക്കണം. കാശ് വേണം. മാത്തച്ഛന് ഒരു 50 രൂപ ഇറക്കണം. 50? 50 എന്നാൽ 50 ലക്ഷം. 50 ലക്ഷമാ? അത്രയാവോ? എന്റെ പൊന്നു പാസ്റ്റർ, അത് ഇച്ചിരി കൂടുതലല്ലേ? അതൊന്നും സാരമില്ല, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാ. കിട്ടുമ്പോഴല്ലേ ഉള്ളു സഹോദര. ഓ ശരി, നിലാവുള്ളപ്പോഴല്ലേ കക്കാൻ പറ്റൂ. സഹോദരൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? 50-50 അല്ലേ പാസ്റ്റർ ഷെയർ? 50-50 അത് മതി. ഓക്കെ. പിന്നെ ഞാനേ ആരാധന കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവൂല. ആരാധന കഴിഞ്ഞിട്ട് നമുക്ക് ഡീലിനെ പറ്റി സംസാരിക്കാം. ഓക്കെ ബ്രോ, ശരി. നല്ലൊരു കോള് കിട്ടി. ബ്രോയ്ക്കും 50, എനിക്കും 50. ഓ, ഇതാരാ? ഡിസിയോ? ഓ, എന്നാ പറ്റി? നിന്നെ ഇപ്പൊ ഇൻസ്റ്റയിലൊന്നും കാണാനേ ഇല്ലല്ലോ. അതോ, സഭയിൽ ഉപവാസ പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. ഓ, അതാണോ കാര്യം? എനിക്കാണെങ്കിൽ മൊബൈലും ഇൻസ്റ്റയും നോക്കാതിരിക്കാനേ പറ്റില്ല. എന്റെ ഓരോ വീഡിയോസിനും എത്ര ലൈക്കാണ് കിട്ടുന്നതെന്ന് നിനക്കറിയാമോ? നീ ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ, എനിക്ക് 10K ലൈക്കാണ് കിട്ടിയത്. ഞാനിപ്പോ ഇൻസ്റ്റ വൈറലായിക്കൊണ്ടിരിക്കുക. അത് കൊള്ളാവല്ലോ. നില്ല, നമുക്കൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകാം. വേഗം വാ, പ്രാർത്ഥന തുടങ്ങാറ്. പ്രൈസ് ലോർഡ് സഹോദരി. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററുടെ ഇൻസ്റ്റയും വീഡിയോസ് ഒക്കെ എങ്ങനെ പോകുന്നു? തൊട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ടോ സിസ്റ്ററെ? ലൈക്കിനും ഷെയറിനും അനുസരിച്ചാണ് പാസ്റ്ററെ തൊട്ട് കിട്ടുന്നത്. എന്ത് വീഡിയോസ് ചെയ്തിട്ടാലും സാരമില്ല, കുറെ ലൈക്കും ഷെയറൊക്കെ കൂട്ടി ഒരുപാട് സമ്പാദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് തുട്ടികളിൽ നിന്നുള്ള പകുതി ഈ പാസ്റ്റർക്കുള്ളതാണ് കേട്ടോ. പാസ്റ്ററെ, എനിക്കൊരു സംശയം. ഈ പള്ളിയിൽ ദശാംശമല്ലേ വരേണ്ടത്? ഓ, ദശാംശമൊക്കെ ഓൾഡ് ഫാഷൻ അല്ലയോ? അതൊക്കെ ഇങ്ങനെ എണ്ണി നോക്കണം. ഇതാകുമ്പോ സിസ്റ്ററുടെ പകുതി പൈസ വരുമ്പോ സിസ്റ്റർക്ക് എത്രയാണ് വരുമാനം എന്നും കൂടെ എനിക്ക് അറിയാലോ. എല്ലാം ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അല്ലയോ വീഴുന്നത്? ഓ, ഈ പാസ്റ്ററിന്റെ ഒരു പണാർത്തി.
എന്തേലും പറഞ്ഞായിരുന്നു സിസ്റ്റർ? ഇല്ലായേ. ഹായ് സോഫി സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് സഹോദരി ഇപ്പൊ പ്രാർത്ഥനയ്ക്കൊന്നും കാണാനില്ലല്ലോ. എന്താ പറയാ സിസ്റ്റർ, തിരക്കോട് തിരക്ക് തന്നെ. കഴിഞ്ഞ ആഴ്ച ഇച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, 15,000 രൂപയായി ഗൗണില്. എങ്ങനെയുണ്ട്, നല്ലതായിട്ടില്ലേ? പറയാൻ പറ്റത്തില്ലെന്നേ. ഇച്ചാനങ്ങ് കൊണ്ടുവരുക. മനസ്സിലൊന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഇച്ചാനങ്ങ് മേടിച്ചു തരുക. കാണാനൊരു ചേലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ 500 രൂപ കൊടുത്താൽ ഇതിനേക്കാൾ പളപളത്ത ഗൗൺ കിട്ടും. നിന്റെ ഇച്ചായനെ ആരോ പറ്റിച്ചതാ. സോഫി സിസ്റ്ററെ, കണ്ണാടി വെക്കാൻ സമയമായി കേട്ടോ. അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? അല്ല സിസ്റ്റർ, 15,000 രൂപയുടെ ഗൗണിന് 500 എന്ന് പറഞ്ഞില്ലേ? പെട്ടെന്നൊരു ഡോക്ടറിനെ ചെന്ന് കാണണം കേട്ടോ. പിന്നെ അവളുടെ ഒരു ഗമ പറച്ചിൽ. ഇവിടെ എൻ്റെ കെട്ടിയോനാവട്ടെ 100 രൂപയുടെ ഒരു സാരി പോലും വാങ്ങിത്തരുന്നില്ല. അപ്പോഴാണ് അവളുടെ ഇച്ചായന്റെ ഒരു ഗൗണ് പിന്നെ പളപളല്ലേ മിന്നണത്. സോഫി സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആരാധനയ്ക്ക് പോവാൻ സമയമെന്ന് പറഞ്ഞതാ. സോഫി സിസ്റ്റർ, ഇങ്ങനത്തെ പൂവർ സാരി മാത്രം ധരിക്കരുത് കേട്ടോ. വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ പളപള മിന്നണ ഗൗണൊക്കെ വാങ്ങിച്ച് ധരിക്കണം. 15,000 രൂപയുടേത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ വേണ്ടേ? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ് സഹോദരി. പ്രൈസ് ലോർഡ് ജെനി സിസ്റ്ററെ. ശരി ശരി. കൊള്ളാം അങ്ങയുടെ ജന്മം. അയ്യോ, രാവിലെ തന്നെ മുട്ടുവേദനയാ. രാവിലെ തുടങ്ങിയത്, ഇതിനൊരു മാറ്റം ഇല്ലല്ലോ. ഈ പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ല, രാവിലെ തന്നെ ഈ പ്രാർത്ഥന വെക്കാൻ. ഈ വീട്ടിൽ നിന്ന് വരുന്നൊരു പാടേ. അയ്യോ എന്റെ ദൈവമേ. ഈ പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ല, ഈ കൊച്ചു തണുപ്പത്ത് ഈ പ്രാർത്ഥന വെക്കാൻ വേണ്ടി. മനുഷ്യൻ 2 കാലം പറിച്ച് വരാൻ ഭയങ്കര പാടാണ്. ദൈവമേ. ഇതാരേ വിളിക്കുന്നേ? ഹലോ ഹലോ മോളു. ഹലോ അമ്മച്ചി. ഹായ് മോളു. അമ്മച്ചി എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? എനിക്ക് സുഖായിരിക്കുന്നു മോളു. മോൾക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖാണ് അമ്മച്ചി. അമ്മച്ചിയുടെ മുട്ടുവേദന എങ്ങനെയുണ്ടത്? മാറിയോ? ഓ, ഒന്നും പറയണ്ടടി കൊച്ചേ. എന്റെ മുട്ടുവേദന രാവിലെ തുടങ്ങിയത്, അതിനൊരു മാറ്റം ഇല്ലടി. പിന്നെ ഈ പാസ്റ്റർ ഉണ്ടല്ലോ, രാവിലെ തന്നെ അങ്ങ് പ്രാർത്ഥന വെച്ചിരിക്കുവാണടി. പിന്നെ പറയണ്ടല്ലോ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ പറയും ഞാൻ ആ ചാക്കോന്റെ പക്ഷത്താണെന്ന്. എന്നാ പറയാനാ? പാസ്റ്ററിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോയല്ലേ പറ്റൂ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അമ്മച്ചി? ആ, നീ വിളിച്ചത് നന്നായി കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ശോശാമനെ അറിയില്ലയോടി നിനക്ക്? ഏത് ശോശാമ? മറ്റേ വടക്കേലത്തെ ശോശാമ. പിന്നെ ഓ മനസ്സിലായി. ആ പെണ്ണും പിള്ള. പറ എന്തായി? പിന്നെ അടുത്ത ദിവസം ഉണ്ടല്ലോടി, അവളുടെ ഒരു മോളുണ്ടല്ലോടി, ഇച്ചിരി തടിച്ചിട്ട് പൊക്കം കുറഞ്ഞ്. ആ കൊച്ച്. ആ, അവൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിടി. ആ കൊച്ചോ? അതിനെ കണ്ടപ്പോഴേ തോന്നി അതൊരു വശപ്പശകാന്ന്. അമ്മയ്ക്ക് ഗുണം വരുമോ? പിന്നല്ലേ മോള്. വിത്ത് ഗുണം 10 ഗുണം എന്നല്ലേ? അവൾക്ക് അത് തന്നെ വേണം. അത് തന്നെ. പിന്നെ മോൾക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ മോൾ എന്നെ വിളിക്കുന്നത്. മോളങ്ങ് ജർമ്മനിയിലായോണ്ട് ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കാൻ പറ്റൂ. ഞാൻ സാക്ഷി കഴിഞ്ഞ് മോളെ വിളിക്കാം കേട്ടോ. മോള് ഫോൺ എടുക്കണേ. ശരി അമ്മച്ചി, എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണേ. അതിനല്ലേടി ഞാൻ പ്രാർത്ഥനയ്ക്ക് തന്നെ പോകുന്നത്. ശരി. ആ, അമ്മച്ചി വന്നായിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ. സുഖായിരിക്കുന്നു മോനെ. അമ്മച്ചി, പിള്ളേരൊക്കെ അങ്ങ് അമേരിക്കയിലല്ലയോ? അങ്ങ് അമേരിക്കയിലല്ല മോനെ, അങ്ങ് ജർമ്മനിയിലാ.
ആ എവിടെയായിരുന്നാലും സാരമില്ല, പിള്ളേര് സുഖമായിരുന്നാ മതി. ആ സുഖായിരിക്കുന്ന മോനെ. ആ അമ്മച്ചി, ഞാൻ പിന്നെ പറഞ്ഞില്ലായിരുന്നു എന്റെ കസാരയുടെ കാര്യം. എന്റെ കസാര നിലനിർത്തണമെങ്കിൽ കുറച്ച് പൈസ വേണം. അമ്മച്ചി ഒന്ന് കനിയണം. ഓ അതിന്റെ കാര്യമില്ല, അത് അമ്മച്ചി അങ്ങ് ഏറ്റു. പിന്നെ ഈ പൈസയുടെ കാര്യമൊന്നും ഈ സഭാക്കാര് കേൾക്ക പറയരുത്, അല്ലെങ്കിലേ ഇവർക്ക് എന്നോട് കണ്ണുകടിയാ. ഇനി ഇത് മതി. ആ എനിക്ക് എന്തായാലും ആരാധന കഴിഞ്ഞിട്ടാണെങ്കിൽ ആരാധന കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴായാലും പൈസ കിട്ടിയാ മതി. ശരി മോനെ. പിന്നെ എവിടുന്ന് വരുന്നതാ ഇനി? ഏത് നേരവും കാശ് കാശ് കാശ്. പ്രാർത്ഥനയില്ല, പ്രവൃത്തിയില്ല, പ്രവചനവും ഇല്ല. കാശ് കാശ് കാശ്. ആ എല്ലാരും വന്നെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ആർക്കും ദൈവാത്മാവില്ലയോ? കൃപസിസ്റ്റേ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 കർത്താവേ യേശു, നല്ലൊരു പകൽക്കാലം തന്നതിനായി സ്തോത്രം. ആരാധനയ്ക്കായി പ്രാർത്ഥനയോടെ കടന്നു വന്ന് ഓരോരുത്തരെയും മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരാധനയ്ക്കായി ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണേ. ആത്മദാഹമില്ലാതെ ഭവനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദര വർഗത്തെ തുടർന്നുള്ള ദിവസങ്ങൾ ആരാധനയ്ക്കായി കൂട്ടി വരുത്തണമേ. പ്രസംഗിപ്പാനായി കൃപ കർത്തൃദാസന് കൊടുക്കണമേ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതിന് ഞങ്ങളെ ഒരുക്കണമേ. ഓരോരോ ദിവസവും ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്നു. ആത്മാവിൽ മുന്നേറുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. സകലവും താഴ്ത്തി പരമേൽപ്പിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. ആമേൻ ആമേൻ ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരു പാട്ട്, 2-3 പാട്ട് പാടിക്കേ. കർത്താവുതൻ നാദത്തോടു പ്രധാന ദൈവദൂത ശബ്ദത്തോടു കർത്താവുതൻ നാദത്തോടു പ്രധാന ദൈവദൂത ശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ആകാശത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരു നല്ല ആരാധന കിട്ടേണ്ട സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരു സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനം 23. എല്ലാവരും എഴുന്നേറ്റാട്ടെ. മോളെ മോളെ എന്നെ എണീപ്പിക്കോ? എന്റെ പൊന്ന് ജെനി സിസ്റ്ററെ, ആ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചൊന്ന് ബൈബിൾ എടുത്തേ. എന്റെ ബൈബിൾ ഇതിനകത്ത് തന്നെയാ. എന്നാ ശരി, വായിച്ചോ. തുടങ്ങിയാണേ. ഒന്നും പറയണ്ട അമ്മച്ചേ, ഞാനങ്ങ് ദുബായിന്ന് കൊണ്ടുവന്നതാ. 15,000 രൂപയാ. ആഹാ, നിന്റെ കെട്ടിയൻ മാത്തുക്കുട്ടി വന്നോടി? വന്നമ്മച്ചി, ഇതെങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? പറഞ്ഞാ പറ്റത്തില്ലെന്നേ. കാണാനൊരു ആനച്ചന്തൊക്കെ ഉണ്ട്. മൊബൈൽ കണ്ടോ? ഐഫോൺ 10 മാക്സ്. ആഹാ, കൊള്ളാം. അവൻ തുണിപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ ഇരുപാതിൽ നടത്തുന്നു. അമ്മച്ചിക്ക് ഈ ഡ്രസ്സിന്റെ ട്രെൻഡിനെ കുറിച്ച് അറിയാനില്ല. ആഹാ, നീ എന്നോടാണോ ട്രെൻഡിനെ കുറിച്ച് ചോദിക്കുന്നത്? അതെ, നിങ്ങൾ ഓൾഡ് മോഡൽ അല്ലേ? അത് എന്നോടോ? ഞാനോ ഓൾഡ് മോഡലോ? അതെ, നിങ്ങൾ തന്നെ. എന്നോടോ? ഈ പാലക്കാരിയോടോ? അതും ഈ ജർമ്മനി അമ്മച്ചിയോട്? എന്റെ തലയെ ഇണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘായുസ്സും വസിക്കും. 6-ാം അധ്യായം ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. എന്തായിരിക്കും
എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ, ഒരു ചുക്കും അറിഞ്ഞൂടാ. എന്നോടോ എനിക്കൊന്നും അറിയില്ല. അമ്മച്ചി അത് ഇരിക്ക. ഈ പാലക്കാരി അമ്മച്ചിയോടോ? പ്രാർത്ഥിക്കാം. അഹങ്കാരി, നന്ദിയില്ലാത്ത ജാതി. നമുക്ക് കിട്ടിയ ഒരു നല്ല ആരാധനയ്ക്കായി നമുക്ക് സ്തുതിക്കാം. ഞാൻ ഈ സഭയിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ ഞാനാണെന്നും ഞാൻ അറിയുന്നു. അതിനാൽ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ആരാധന ഏകദേശം തീരാറായി. വൈൻഡപ്പ് ചെയ്യേണ്ട സമയം അടുത്തു വന്നിരിക്കുന്നു. എന്നാൽ എവിടെ നിന്നോ വന്നൊരു പാസ്റ്റർ നമ്മുടെ മതി ഇരിക്കുകയാൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് സമയം കൊടുക്കേണ്ടത് നമ്മുടെ സഭയുടെ തന്നെ ആദ്യത്തെ മര്യാദയാകയാൽ നമുക്ക് ആ പാസ്റ്റർക്ക് ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാം. കൈയടിച്ച് സ്വാഗതം ചെയ്തേ. അല്ല പാസ്റ്ററെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഈ കമ്മറ്റിക്കാരെ പേടിച്ചിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞു കേട്ടത്. കൂടുതൽ പറയണ്ട. 5 മിനിറ്റ് വേറെ ഒന്നും വരില്ല. എനിക്ക് നിങ്ങളുടെ മതിയായിരിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. എനിക്കാരെയും പേടിയില്ല, എവിടെന്ന് വന്നോ എങ്ങോട്ട് പോണോ എന്നറിയാത്ത ഞാൻ. നമുക്ക് അല്പം ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. തെക്കേടത്ത് സുഗതന്റെ മോനല്ലേ? എനിക്കറിയാം, അപ്പനും കൊള്ളാം മോനും കൊള്ളാം. ഇപ്പോഴും ആ കുപ്പി ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെയാണോടാ പള്ളിയിൽ വരുന്നത്? 14:16 സഭാരാധനയ്ക്ക് ഇങ്ങനെയൊക്കെയാണോ വരേണ്ടത്? കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പാസ്റ്ററെ, ഗസ്റ്റ് പാസ്റ്ററെ നിക്ക്. തങ്കച്ചൻ പാസ്റ്ററെ, ഈ കുടിയനെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് മതി ഇനി ഗസ്റ്റ് പാസ്റ്ററിനെ പ്രസംഗിക്കുന്നത്. ഉപദേശി എന്താ ഇവിടെ കാണിക്കുന്നത്? എന്തൊരു ബഹളം, കെട്ടും പാട്ടും അലപ്പും, എന്താ ബഹളം! കർത്താവ് വന്നു, കർത്താവ് വരുന്നു. ഒരു 100 വട്ടം പറയുന്നു. ആരാ ഈ കർത്താവ്? നിങ്ങളുടെ ബന്ധുവാണോ? എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരണോ? എന്നിട്ടാണ് പെട്ടെന്ന് വരാൻ പറയാനാ. പിന്നീട് ഈ ശല്യങ്ങളെ ഒന്നും ഇവിടെ കാണില്ലല്ലോ. പെട്ടെന്നൊന്ന് പറയൂ ഉപദേശി. സഹോദരന്റെ പേരെന്താണ്? എന്റെ പേരാണ് അവറാച്ച സഹോദര, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെയും എന്റെയും പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യാഗമായി മാറിയതാണ് യേശു. പാപമില്ലാത്തവന് മാത്രമേ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകുവാൻ പറ്റുകയുള്ളൂ. മദ്യപാനിക്ക് ഒരിക്കലും സ്വർഗരാജ്യം കിട്ടുകയില്ല. അയ്യോ, അപ്പോൾ എനിക്ക് സ്വർഗരാജ്യം കിട്ടില്ലേ? ഈ മദ്യപാനിയെ ഞാൻ സ്വർഗരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? തീർച്ചയായും താങ്കൾക്ക് സ്വർഗരാജ്യം കിട്ടും. അതിനാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഇതാണോ കാര്യം? യേശു കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ താൻ തയ്യാറാണോ? സഹോദരൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടേ. കർത്താവ് എന്റെയും നിന്റെയും പാപപരിഹാരത്തിനാണ് കാൽവറി ക്രൂശിൽ യാഗമായി മാറിയതെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നേ. ഇന്നും കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നേ. സഹോദരന്മാരെ, നമുക്ക് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സഹോദരനെ തന്നെ അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ അടിമയായ ഈ സഹോദരനെ താങ്കളുടെ ദാസനായി വരുവാൻ ഞാൻ അനുഗ്രഹിച്ചു. ഈ സഹോദരനെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ.
നമുക്ക് എല്ലാവർക്കും എണീറ്റ് ഇരുന്ന ഒരു പാട്ടിന്റെ പാട്ടൊക്കെ ഞാൻ പാടിക്കോളാം. മക്കളെ ഒന്ന് എണീപ്പിക്കടി, എന്നെ ഒന്ന് എണീപ്പിക്കടി. ഒരു പാട്ട് പാടുക. മാലിന്യപ്പെട്ടിടതോടിടുക മനവല നല്ലൊരു ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഇവിടെ ഇറങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ മേൽ ഇറങ്ങിയതിനാൽ അങ്ങേ നന്ദിയോട് വാഴ്ത്തുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്താ സഹോദരി അങ്ങോട്ട് പോയി ഇരിക്കാം. നമുക്ക് ആരാധന കഴിഞ്ഞിട്ട് ബാക്കി അതിനെ പറ്റി സംസാരിക്കാം. കാശല്ലേ, നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങോട്ട് പോയി ഇരിക്കും. എന്താ പറയുന്ന സഹോദരി, അങ്ങ് പോയിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. സ്തോത്രം കർത്താവേ. അവര് പുറത്തോട്ട് വല്ലതും പോയി കാണാം. അവരിപ്പോ വരുമെന്നേ. നിങ്ങൾ എന്താ പറയണം? നിങ്ങൾ അവിടെ പോയി ഇരിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയതിനായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്തോ സഹോദരി അവിടെ ഇരിക്കാ. ഏറ്റവും കൂടുതൽ സ്ഥലത്ത് നിന്ന് കാണാതായത് കുഞ്ഞുങ്ങളെയാണ്. 150 കുഞ്ഞുങ്ങളാണ് ഒരു സ്ഥലത്ത് നിന്ന് കാണാതായത്. എന്തുവാ കാര്യം എനിക്ക് മനസ്സിലാവുന്നു. ഇവിടെ ഇന്ന് ഗസ്റ്റ് പാസ്റ്റർ എവിടെ? ശരിയാണല്ലോ. അങ്ങേരെ ഇവിടെ നിലയിൽ ഞാൻ വിളിച്ചു നോക്കിട്ട് പറയാം. കർത്താവിന് വന്നു കാണുമോ? കർത്താവ് വരാനൊന്നും വഴിയില്ല. അല്ലെങ്കിൽ ഞാനല്ലേ ആദ്യമേ പോവുക. കർത്താവ് വന്നു കാണൂല. അവര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഹലോ വലിയ പാസ്റ്റേ, ഇവിടെ എല്ലാരും പറയുന്നത് കർത്താവ് വന്നോ. കർത്താവ് വന്നോ? ഞാൻ പോകും. നിങ്ങൾ പോയത് കർത്താവ് വന്നാൽ ഞാനല്ലേ ആദ്യം പോകേണ്ടത്. ഞാൻ എവരടുത്തും പറയുന്നത് എന്നാ ഞാനല്ലേ പോകേണ്ടത്. അതെന്താ പരിപാടിയാ ഈ പറയുന്നത്? അതല്ലേ ഞാനും അതാണ് നോക്കുന്നത്. ഇവര് ചുമ്മാ പറയുന്ന പാസ്റ്റർ ഒന്ന് പുറത്തോട്ടൊക്കെ നോക്കിക്കേ. ഇവിടെ കുറെ പേരെ കാണാനില്ല എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് നോക്കിക്കോട്ടെ. അടുത്ത വീട്ടിലുള്ളവരുണ്ടോ? അത്യാവശ്യമായി പുറത്തേക്ക് പോയതായിരിക്കാം. നോക്കാം. അയ്യോടോ, ഇവിടെയുള്ളവർ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? വീട്ടിൽ പോയോ? ആ വാർത്തയൊക്കെ ഇട്ട് നോക്കിക്കേ. കുറച്ചു നേരം ഞാൻ ഇവരെയൊക്കെ കണ്ടതായിരുന്നല്ലോ. ഇവരൊക്കെ അതെവിടെ പോയി? 5 മിനിറ്റ് മുമ്പേ കൂടി ഞാൻ കണ്ടിരുന്നല്ലോ. ഇനി യഥാർത്ഥത്തിൽ കർത്താവ് വല്ലതും വന്നായിരുന്നോ പാസ്റ്റേ? അതിനൊരു സാധ്യതയില്ല. ഇനി വരാത്തതിൽ കർത്താവ് വന്നു എന്ന് പറയുന്നതാണോ? അതുമായിരിക്കാം. സാധ്യതകൾ കുറെ ഉണ്ടേ. നോക്കട്ടെ. എടാ സത്യമാണ്. കെട്ടിടങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, വിമാനങ്ങൾ തകർന്നു വീഴുന്നു, ട്രെയിനൊക്കെ ഇതാ നിന്നുപോയി, ആൾക്കാരെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ കർത്താവ് വന്നോ? യഥാർത്ഥത്തിൽ കർത്താവ് ഉണ്ടോ? കർത്താവ് ഉണ്ടോന്നോ? ഉണ്ടല്ലേ. കർത്താവ് വന്നു. എന്താ പാസ്റ്ററേ? കർത്താവ് വന്നോ? കർത്താവ് വന്നു. എന്റെ കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇത്രയും പൈസ ഉണ്ടാക്കി എന്നിട്ട് കർത്താവ് വന്നു. എല്ലാരും പോയി, പക്ഷെ ഞാൻ മാത്രം പോയില്ല. ഞാൻ ഈ ലോകത്തുള്ളതെല്ലാം അറിഞ്ഞു, പക്ഷെ എന്റെ കർത്താവിനെ മാത്രം ഞാൻ അറിഞ്ഞില്ല. ഇതിനെല്ലാം കാരണം ഇതിന്
50 വർഷം ഈ ബൈബിൾ ചുമന്ന് നടന്ന ഞാൻ ഇതിൽ വായിക്കാനോ ഇതിലുള്ളതൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചില്ല. ഞാൻ എൻ്റെ സമ്പത്തും എൻ്റെ ബാക്കിയുള്ളവരെ കുറ്റം പറയുകയും അവരെ അളക്കുകയും ഒക്കെ ചെയ്താണ് ഞാൻ ജീവിച്ചിരുന്നത്. കർത്താവിനെ ഒന്നും അറിയ പോലും ചെയ്തില്ല. കർത്താവ് എന്നെ കൊണ്ടുപോവാത്തത് ഞാൻ എന്ന് ഇവിടെ തന്നെയല്ലേ. പ്രിയ ദൈവമക്കളെ, മത്തായി സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് കെട്ടപ്പോൾ ബുദ്ധിയുള്ളവരുടെ വിളക്കുകൾ തെളിയിച്ചു നിന്നു. പാത്രത്തിൽ എണ്ണയും എടുത്തു. അങ്ങനെ ബുദ്ധിയുള്ള 5 കന്യകമാർ മണവാളൻ വന്നപ്പോൾ അവർ ഒരുങ്ങിയിരിക്കുകയാണ്. അവനോട് കൂടെ കല്യാണ സദ്യയ്ക്ക് എടുക്കപ്പെട്ടു. എന്നാൽ ബുദ്ധിയില്ലാത്ത കന്യകമാർ കൈവിടപ്പെട്ടു പോയി. ആകയാൽ നാളും നാഴികയും അറിയായി കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഇതുപോലെ തന്നെ മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരുമാകും എന്നെഴുതിയിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആദ്യകാലമൊക്കെയും നന്നായി ജീവിച്ചു എങ്കിലും അവസാന നാളുകളിൽ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ലോകസുഖ സൗകര്യങ്ങളിലും അവർ കടന്നുപോയി അവരുടെ നിത്യത നഷ്ടപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നു. എന്നാൽ ഇതുപോലെ തന്നെ ഈ നാളുകളിൽ സത്യത്തെ മനസ്സിലാക്കി പലരും മുമ്പോട്ട് വന്നു. നിത്യത പ്രാപിക്കുന്നതിലും നമുക്ക് മനസ്സിലാക്കുന്നു. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു എന്ന് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തോളം വഴി നിങ്ങൾ അറിയുന്നു. ആകയാൽ നല്ല നാളുകൾക്കായി നിത്യത പ്രാപിക്കാനായി പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സ്കെറ്റിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കിറ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമായി നന്നായിട്ട് ഈ കാലഘട്ടത്തിൽ പറ്റിയതായ ഒരു നല്ലൊരു സ്കിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തി. അവരോർത്ത് ഒരിക്കൽ കൂടി അവർക്കൊരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ.